പുന്നാരെ പെങ്ങളെ കാണാൻ അമ്മ പോയതല്ലേ, എന്തായി? എടി അതന്ന് വിളിച്ചപ്പോൾ തന്നെ നമ്മൾ പോവേണ്ടതായിരുന്നു. ഞാൻ അവളെ വീഡിയോ കോൾ വിളിച്ചായിരുന്നു. മുഖം ഫുള്ള് അടിച്ച് പറ്റിച്ച് വെച്ചിരിക്കുക. എന്തോ വിറകിന്റെ കഷ്ണം എടുത്ത് അടിച്ചത്. അടി കൊണ്ട് നിക്ക തന്നെ, വേറെ എന്ത് ചെയ്യാനാ, കൊണ്ട് നിക്കാം. രാവിലെ അമ്മ അവളെയും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് കംപ്ലൈന്റ് കൊടുക്കാൻ. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ അവൻ മുങ്ങി. പിന്നെ അവളെയും കൂട്ടി അമ്മ വീട്ടിലോട്ട് പോയി. ആരുടെ വീട്ടിലേക്ക്? ആരുടെ വീട്ടിലെന്നാ? നമ്മളെ വീട്ടിലോട്ട്. അതെന്തിന്? എടി ഇതിനൊരു തീരുമാനം ആവണമെന്ന് പറഞ്ഞാൽ പിന്നെ അവളെവിടെ പോയി നിൽക്കാൻ? അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാ മതിയോ? ഇങ്ങ് വാടോ. ബിസ്ക്കറ്റ്. അവന്റെ ഒരു ബിസ്ക്കറ്റ്, ഇങ്ങ് വന്നേ. എടി ബിസ്ക്കറ്റ് കൊടുത്തിട്ട് പോ. വീടാവുമ്പോ വഴക്കും വക്കാണോ ഒക്കെ ഉണ്ടാവും. അത് പറഞ്ഞ് കേസ് കൊടുക്കുക, വീട് വിട്ടിറങ്ങുക, ഇതെന്താ നാത്തൂനെ? ഇതെന്തോ നില തുടങ്ങിയ പ്രശ്നങ്ങളല്ല നാത്തൂന്. കല്യാണം കഴിഞ്ഞ് വന്ന അന്ന് മുതൽ എന്നെ തുടങ്ങിയതാ ഉപദ്രവിക്കാൻ. എന്നും മദ്യപിച്ചു വരും. എന്തോരം എന്നെ ഉപദ്രവിക്കാന്നറിയോ? തലകാലം മുതൽ എന്നെ എന്തൊക്കെ ചെയ്ത എന്റെ മോൾക്ക് അമ്മയില്ലാണ്ടാവുക. പിന്നെ എന്താ ചെയ്യാന്ന്? സഹിക്കാവുന്നതിന്റെ പരമാവധി എന്റെ മോള് സഹിച്ചു. ഇനി അവന്റെ അടി കൊള്ള എന്റെ മോളെ ഞാൻ നിർത്തൂല. അതൊക്കെ കെട്ടിച്ചു വിടുമ്പോ ആലോചിക്കണമായിരുന്നു. എന്റെ ഏട്ടന്റെ കയ്യിലുള്ള എല്ലാ സമ്പാദ്യവും കൊടുത്തല്ലേ കെട്ടിച്ചു വിട്ടത്. എന്നിട്ടിപ്പോ ഏട്ടന്റെ ജീവിതം തുടങ്ങുമ്പോ ഓട്ടക്കാലണം. നീ ഒന്ന് നിർത്തിക്കേ. ഇപ്പൊ അത് പറയേണ്ട നേരമാണോ? ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കേസ് കൊടുക്കുക, എന്താ നാത്തൂനേത്? ശൈലജേ, സുഖുവാണ് ഇങ്ങനെ അടി വഴക്കം ഉണ്ടാക്കി കഴിഞ്ഞാ നീ ഇവിടെ നിൽക്കുവായിരുന്നാ? അതിന് ഞാൻ ചേട്ടന്റെ മെക്കെട്ട് കയറാറുണ്ടോ? അതിനെന്റെ അമ്മ ആരുടെ മെക്കട്ടൊന്നും കയറില്ല ആന്റി. കണ്ടോ, ഞാൻ പറഞ്ഞത് അവൾക്ക് ഇഷ്ടായില്ല. എടി നീ ഒന്ന് നിർത്ത്. അവൻ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി സീതയ്ക്ക് സന്തോഷിനെ വേണ്ട. വേണ്ടാന്ന് വെക്കാനോ? അങ്ങനെ എടുത്തു ചാടി തീരുമാനം എടുക്കാൻ വരട്ടെ. എടുത്ത് ചാടിയിട്ടൊന്നും അല്ല നാത്തൂന്. ഞാൻ കുറെ ആലോചിച്ചിട്ടെടുത്ത തീരുമാനോ. ഇന്നലെ എന്റെ മോളുണ്ടായതുകൊണ്ടാ. ഇല്ലെങ്കിൽ അയാളെന്നെ കൊന്നേനേട്ടാ.